ജപ്പാനിൽ അതിശക്തമായ ഭൂചലനം ക്യൂഷോ ദ്വീപിലെ കുമമോട്ടോ പ്രവിശ്യയിൽ റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച അധികൃതർ തീരപ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ അടിയന്തര നിർദ്ദേശം. അനുപമ ശ്രീദേവി ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. അനുപമ, ഏത് മേഖലയിലാണ് ഈ ഭൂചലനം കൂടുതൽ ബാധിച്ചിരിക്കുന്നത്? എന്താണ് അവിടുത്തെ നിലവിലെ അവസ്ഥ? സോന, ഈ ക്യൂഷോ എന്ന് പറയുന്നത് ജപ്പാന്റെ തെക്കൻ പ്രദേശത്തുള്ള ഒരു ദ്വീപാണ്. പ്രധാനമായിട്ടും ഈ വിനോദസഞ്ചാര മേഖല കൂടിയായിട്ടുള്ളൊരു ജപ്പാനിലെ തന്നെ മൂന്നാമത്തെ വലിയ ദ്വീപാണ്. ഇവിടെ കുമമോട്ടോയിലാണ് ഈ മിനിറ്റുകൾക്ക് മുൻപ് അതിശക്തമായിട്ടുള്ള ഭൂചലനം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജപ്പാന്റെ ഈ ഒരു തീവ്രതാ മാപിനി അനുസരിച്ച് ഷിൻഡോ 7 എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന തീവ്രത ആണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതയിലാണ് രാജ്യമുള്ളത്. ഈ ക്യൂഷോ ഉൾപ്പെടുന്ന ദ്വീപിലെ പ്രദേശങ്ങളിലെല്ലാം 1 മീറ്റർ ഉയരത്തിൽ വരെ സുനാമി തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശങ്ങളിലുള്ളവരോട് എത്രയും വേഗം മാറി താമസിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ കുമമോട്ടോയ്ക്ക് പുറമെ നാഗസാക്കി ഉൾപ്പെടെയുള്ള ഫുക്കോഷിമ അടക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ ഒരു സുനാമി മുന്നറിയിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെല്ലാം ഈ ഭൂചലനത്തിന്റെ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നാശനഷ്ടങ്ങളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആളപായം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളെല്ലാം ഈ മിനിറ്റുകൾ പുറത്തു വരുന്നില്ല. അതെല്ലാം വരുന്ന സമയത്ത് നമുക്ക് പുറത്തുവിടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വലിയ ഭൂചലനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. 2016 ഏപ്രിലിലും ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ഈ ഒരു 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നു. വലിയ നാശനഷ്ടങ്ങളാണ് ആ സമയം ഉണ്ടായത്. അത് വർഷങ്ങളെടുത്താണ് ആ പ്രദേശം ആ ഒരു നാശനഷ്ടങ്ങളിൽ നിന്ന് കരകയറി പഴയ നിലയിലേക്കായത്. അതേ ഒരു പ്രദേശത്ത് തന്നെയാണ് വലിയ രീതിയിലുള്ള ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. ഈ സുനാമി മുന്നറിയിപ്പുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 മീറ്റർ ഉയരത്തിൽ വരെ സുനാമി തിരമാലകൾക്കുള്ള സാധ്യതയാണ് കണക്കാക്കപ്പെടുന്നത്. സോന.